മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തെ തുടർന്ന് എണ്ണയുടെയും പെട്രോളിന്റെയും വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിലധികം പെട്രോൾ സംഭരിക്കരുതെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഓസ്ട്രേലിയക്കാരോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ജനങ്ങളുടെ അനാവശ്യമായ പരിഭ്രാന്തിയാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രാദേശിക മേഖലകളിൽ ഇന്ധന ലഭ്യതയിൽ താൽക്കാലിക തടസ്സമുണ്ടായതായി പ്രധാനമന്ത്രി സമ്മതിക്കുകയും വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സിംഗപ്പൂരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. നിലവിൽ രാജ്യത്ത് മതിയായ ഇന്ധന ശേഖരമുണ്ടെന്നും പ്രതിസന്ധി ലഘൂകരിക്കാൻ തന്ത്രപരമായ കരുതൽ ശേഖരത്തിൽ നിന്ന് ഇന്ധനം പുറത്തിറക്കിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. ഇതിനിടെ പമ്പുകളിൽ അമിത വില ഈടാക്കി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. ACCC ഇതിനായി പൂർണ്ണ പിന്തുണ നൽകുമെന്നും ആൽബനീസി ഉറപ്പു നൽകി. രാജ്യത്തെ എല്ലാ മേഖലകളിലേക്കും ഇന്ധനം കാര്യക്ഷമമായി എത്തുന്നതിന് ഫെഡറൽ സർക്കാർ, സംസ്ഥാനങ്ങൾ, ടെറിട്ടറികൾ എന്നിവ ചേർന്ന് പുതിയ ഫ്യൂവൽ സപ്ലയർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഇന്ധന വിതരണം സുസ്ഥിരമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. റയാനിൻ ജോൺസൺ, 24 ഓസ്ട്രേലിയ.